നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മേഘാലയയിൽ ഖനിയിൽ കുടുങ്ങിയവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഖനിയിൽ കുടുങ്ങിയ 15 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹമാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ മാസം 13-നാണ് തൊഴിലാളികൾ ഖനിയിൽ കുടുങ്ങിയത്. ഒരു മാസമായി തെരച്ചിൽ നടക്കുകയായിരുന്നു. നാവികസേന നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2018 ഡിസംബർ 13-ന് ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ഡിസ്ട്രിക്റ്റിലെ അനധികൃത ഖനിയിലായിരുന്നു അപകടം സംഭവിച്ചത്. 15 തൊഴിലാളികളായിരുന്നു ഖനിയിൽ കുടുങ്ങിപ്പോയത്. ഇവരിൽ ഒരാളുടെ മൃതദേഹം ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയതായി ഒരു വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മൃതദേഹം എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഇന്ത്യൻ നാവികസേനയും ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ നാവികസേനയിലെ ഡ്രൈവർമാർ ഉപയോഗിക്കുന്ന അണ്ടർ വാട്ടർ റിമോട്ട്ലി ഓപ്പറേറ്റർ വെഹിക്കിൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് ഖനിയുടെ ആഴമേറിയ ഭാഗത്ത് നിന്ന് തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. അപകടം നടന്ന് 12 ദിവസത്തിന് ശേഷമാണ് സംയുക്ത രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. രക്ഷാപ്രവർത്തനം വൈകിയതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതേസമയം ശക്തിയേറിയ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞെങ്കിലും ഖനിക്കുള്ളിലെ ജലനിരപ്പ് ഇപ്പോഴും 350 അടിയായി തുടരുകയാണ്. മേഘാലയയിൽ വെള്ളം കയറിയ ഖനിയിൽ കുടുങ്ങിയ 15 തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിന് നാവികസേന 5 വിദൂര നിയന്ത്രിത പേടകങ്ങൾ അഥവാ ROV ഉപയോഗിച്ച് തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഡിസംബർ 13-നുണ്ടായ അപകടത്തെ തുടർന്ന് ഇതുവരെ 1 കോടി ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞെങ്കിലും സമീപത്തെ നദിയിൽ നിന്ന് വെള്ളം വീണ്ടും കയറുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നതായും ബോധിപ്പിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ജസ്റ്റിസുമാരായ AK സിക്രിയും അബ്ദുൾ നസീർ എന്നിവരുടെ ബെഞ്ച് പരിഗണിച്ചിരുന്നത്. ഈ സമയത്തായിരുന്നു കോടതി രക്ഷാപ്രവർത്തനം തുടരണമെന്ന് ആവശ്യപ്പെട്ടത്. വെള്ളത്തിനടിയിലെ ചിത്രങ്ങൾ പകർത്താനും എന്തെങ്കിലും കണ്ടാൽ പുറത്തെടുക്കാനും വയർലെസ് വഴി നിയന്ത്രിക്കുന്ന ROVക്ക് കഴിയുമെന്നും ചിത്രങ്ങൾ മുങ്ങൽ വിദഗ്ധർക്ക് ഏറെ സഹായകരമാകുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. രക്ഷാപ്രവർത്തനം തുടരുക, അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. മേഘാലയയിൽ ഖനിക്കുള്ളിൽ കുടുങ്ങിയ 15 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരണമെന്ന് സുപ്രീം കോടതി അന്നേ ദിവസം പറഞ്ഞിരുന്നു. ഖനിക്കുള്ളിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരണം. ചിലപ്പോൾ ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാമെന്നും സുപ്രീം കോടതി ജഡ്ജി AK സിക്രി അഭിപ്രായപ്പെട്ടിരുന്നു. അനധികൃത ഖനികൾ നടത്തുന്നവർക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. മേഘാലയയിലെ ഖനിക്കുള്ളിൽ കുടുങ്ങിയ 15 തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. ആദിത്യ N പ്രസാദ് എന്നയാളാണ് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാരിനായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് അന്ന് കോടതിയിൽ ഹാജരായത്. നേവി, NDRF, ഒഡീഷ ഫയർ സർവീസ്, സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവരുടെ നേതൃത്വത്തിലുള്ള 200 അംഗ സംഘമാണ് ഖനിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 2.1 കോടി ലിറ്റർ വെള്ളമാണ് ഇതുവരെ ഖനിയിൽ നിന്ന് പമ്പ് ചെയ്ത് കളഞ്ഞത്. ഇത്രയും വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞിട്ടും ഖനിയിലെ ജലനിരപ്പ് താഴ്ന്നിരുന്നില്ല.